എമ്പുരാൻ എഫക്റ്റ് ആണോ രാജ്യസഭയിലുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ സ്റ്റൈലിലായിരുന്നു വാഗ്വാദങ്ങൾ രാജ്യസഭയിൽ അരങ്ങേറിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കോൺഗ്രസ് എം പി ദിഗ്വിജയ് സിംഗും ഇന്ത്യയുടെ ചരിത്രത്തിലെ സെൻസിറ്റീവ് വിഷയങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് 2022 ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും 2008 മുംബൈ ആക്രമണങ്ങളെക്കുറിച്ചും ഒരു ചൂടേറിയ ചർച്ചയിൽ ഏർപ്പെട്ടു. RSSനെ 26/11 മുംബൈ ഭീകരാക്രമണവുമായി ബന്ധിപ്പിക്കുന്ന ദിഗ്വിജയ് സിംഗിന്റെ മുൻ പ്രസ്താവനകളെ അമിത്ഷാ വെല്ലുവിളിച്ചു. മുംബൈ ഭീകരാക്രമണത്തിൽ RSSന് പങ്കുണ്ടെന്ന് സിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്ക് ഓണാക്കി ഇപ്പോൾ വ്യക്തമാക്കട്ടെ എന്ന് ഷാ വെല്ലുവിളിക്കുകയായിരുന്നു. 2010 പുറത്തിറങ്ങിയ അസീസ് ബർണിയുടെ 26/11 RSS കി സാസിഷ് അഥവാ 26/11 RSS കോൺസ്പിരസി എന്ന പുസ്തകത്തിലെ സിംഗിന്റെ പങ്കാളിത്തത്തിൽ നിന്നാണ് ഈ ഒരു വെല്ലുവിളി ഉയർന്നത്. ആക്രമണങ്ങളിൽ RSSന്റെ പങ്ക് ഈ ബുക്ക് സൂചിപ്പിക്കുന്നു. പുസ്തകവുമായുള്ള ബന്ധവും പ്രകാശന ചടങ്ങിലെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും കാരണം സിംഗ് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഷായുടെ വെല്ലുവിളിക്ക് മറുപടിയായി താൻ ഇത് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഇത് നിങ്ങളുടെ പ്രചാരണമാണ് എന്നായിരുന്നു സിംഗിന്റെ വിശദീകരണം. മുസ്ലിങ്ങളെക്കുറിച്ച് ഷാ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയെന്നും സിംഗ് ആരോപിക്കുകയുണ്ടായി. എന്തായാലും 2002 ഗുജറാത്ത് കലാപത്തിൽ ഷായുടെ പങ്കിനെക്കുറിച്ച് സിംഗ് ചോദ്യം ഉന്നയിച്ചതോടെ ചർച്ച ചൂടുപിടിച്ചുവെന്ന് വേണം പറയാൻ. ഗുജറാത്ത് കലാപത്തിനിടെയുണ്ടായ അക്രമത്തിന് ആരാണ് ഉത്തരവാദി? ആ സമയത്ത് ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സിംഗ് കത്തിക്കയറി. ഓരോ ആരോപണത്തിനും ഷായുടെ എണ്ണിയുള്ള മറുപടിയും. വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ BJP അംഗം സുധാൻഷു ത്രിവേദി വർഷങ്ങളായി മുസ്ലിം സമൂഹത്തിന്റെ പ്രാതിനിധ്യത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ ഐക്കണുകളായ ഉസ്താദ് ബിസ്മില്ല ഖാൻ, ഉസ്താദ് ഫരീദുദ്ദീൻ ദാഗർ, ഉസ്താദ് ബഡേ ഗുലാം അലി, ഉസ്താദ് സക്കീർ ഹുസൈൻ, ഹസ്രത് ജയ്പൂരി, മജ്റൂ സുൽത്താൻപൂരി, കൈഫി അസ്മി, സാഹിർ ലുധിയാൻവി, ജിഗർ മൊറാർദാബാദി തുടങ്ങിയ പ്രതിഭകളെ ഇഷ്റത് ജഹാൻ, യാക്കൂബ് മേമൻ, മുക്തൂർ അൻസാരി, അത്തിഖ് അഹമ്മദ്, ദാവൂദ് ഇബ്രാഹിം എന്നിവരുമായി താരതമ്യപ്പെടുത്തി. നല്ലവരല്ലാത്ത മുസ്ലിങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ത്രിവേദി പറഞ്ഞു. പിന്നാലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായി മുസ്ലിം സമൂഹത്തിന്റെ ബന്ധത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. 1976 ഇന്ത്യ മതേതരത്വം സ്വീകരിച്ചതിന് ശേഷം ഉയർന്നു വന്ന രാഷ്ട്രീയമാണ് ഈ മാറ്റത്തിന് കാരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ പരാമർശങ്ങളൊക്കെയും പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പിന് കാരണമായി. അതേസമയം മുസ്ലിം സമൂഹത്തെ തീവ്രവാദികളുമായി ബന്ധിപ്പിക്കുന്നത് അടിസ്ഥാനരഹിതവും കുറ്റപരവുമായ ജനറലൈസേഷൻ ആണെന്ന് വാദിച്ചുകൊണ്ട് NCP-SCPയിലെ ഡോക്ടർ ഫൗസിയ ഖാൻ ത്രിവേദിയുടെ പ്രസ്താവന റദ്ദ് ചെയ്യണമെന്ന് ചെയർമാനോട് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് ജയറാം രമേശും BJP അംഗം ത്രിവേദിക്കെതിരെ ആഞ്ഞടിക്കുകയാണുണ്ടായത്. ഒരു മുഴുവൻ സമൂഹത്തെയും കളങ്കപ്പെടുത്തിയെന്നും അത്തരം പരാമർശങ്ങൾ അനുവദിച്ചതിന് ചെയർമാനെ വിമർശിക്കുകയും ചെയ്തു. എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ത്രിവേദിയെ ന്യായീകരിക്കുകയാണുണ്ടായത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വസ്തുതാപരമാണെന്ന് ഷാ വാദിച്ചു. ഇസ്രത് ജഹാന്റെ കുടുംബത്തെ NCP രക്തസാക്ഷിയായി മുദ്രകുത്തി ആദരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്കിടയിൽ അടുത്ത ദിവസം വിഷയം പരിഗണിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് ചെയർമാൻ ജഗ്ദീപ് ധൻകർ തന്റെ തീരുമാനം അറിയിക്കുന്നത് മാറ്റിവെച്ചു.